ഫോർട്ട് കൊച്ചിക്കാരുടെ പഴയ ഫോർട്ട് കൊച്ചിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ പഹയന കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും പഴയ ഫോർട്ട് കൊച്ചിക്കാർ കേട്ടാ, പഴയ ഫോർട്ട് കൊച്ചിക്കാർ. ദിസ് ഇസ് മിസ്റ്റർ ബോസ്. ഫോർട്ട് കൊച്ചിയിൽ ഏറ്റവും അധികം ഫോർട്ട് കൊച്ചിയിൽ വരുന്ന ബസ്സുകൾ, ജെട്ടിയിൽ വരുന്ന ബസ്സുകൾ ഇദ്ദേഹമാണ് അത് നീറ്റാക്കി അത് കൊണ്ടു നടന്നിരുന്ന ആള് എത്രയോ വർഷമായിട്ട്. ഇപ്പൊ 62 തൊട്ടിട്ടല്ലേ? ആ 10 വരെ ഉണ്ടായി അല്ലേ? എന്താ നിർത്താനുള്ള കാരണം എന്തായിരുന്നു? ആക്സിഡന്റ് പറ്റിയാ? വീട്ടില് വെച്ചിട്ട്? ആ അതിനുശേഷം പിന്നെ നിർത്തിക്കളഞ്ഞല്ലേ? വരാൻ പറ്റാണ്ടായി. അപ്പൊ ഫോർട്ട് കൊച്ചിയിലെ വണ്ടികളൊക്കെ ഇപ്പൊ അഴുക്കായി തുടങ്ങി. അന്ന് ഒരു ബസ്സിന് ഒരു ബസ്സിന് ബോസേട്ടാ അന്നൊരു ബസ് ക്ലീൻ ചെയ്യുമ്പോ എത്ര രൂപ കിട്ടും? ആ കാലത്ത് എനിക്ക് അണക്കണക്കാണ്. ആ 62 കണക്കാണ്. കണക്കണക്കുമ്പോ ഒരെണ്ണ രണ്ടെണ്ണ എന്ന് പറഞ്ഞ രണ്ടെണ്ണയായിരുന്നു. എന്നിട്ട് ഇപ്പോഴത്തെ 50 പൈസ. ഒരു വണ്ടി ഒരു തവണ ക്ലീൻ ചെയ്യുമ്പോഴാണോ? ഒറ്റ തവണ മാത്രം, ഒരു ദിവസത്തേക്ക് മാത്രം. അത് 1-2 പ്രാവശ്യം കയറണം. അന്ന് വണ്ടി ക്ലീൻ ചെയ്യണതല്ല പ്രശ്നം, അന്ന് റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കണ മെയിൻ പ്രശ്നം. അത് ഒഴിച്ചു കൊടുക്കണം. വണ്ടിയാണ് അന്ന് അത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അന്ന് വെള്ളം ഒഴിക്കണം. അത് ഓടി വന്ന വണ്ടി തിളച്ച് നിൽക്കുമ്പോൾ വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ വാട്ടർ പമ്പ് പിടിക്കൂല. അങ്ങനത്തെ കാലഘട്ടമായിരുന്നു. അപ്പൊ ക്ലീനിങ് മാത്രമല്ല വെള്ളവും ഗ്രീസിങ് ഉണ്ടായിരുന്ന വണ്ടിക്ക് അല്ലേ? ബസ്സുകളില് അന്ന് എത്ര ബസ് ഉണ്ടായിരുന്നു മൊത്തത്തില്? 13 വണ്ടിയാ? കേരള കോർപ്പറേഷൻ ഒരു വണ്ടി ഐലൻഡ് പോട്ട് വെച്ച് കണ്ണമാലിയിൽ ഒരു പ്രാവശ്യം പോകും. അത് ആ കാലം പറയൂ. അല്ല അപ്പൊ ആപ്പാടെ 13 വണ്ടി ഉണ്ടായല്ലോ? അത്രേ ഉള്ളു. അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി വന്നു 80-ലാണ് 1980 വണ്ടി വർദ്ധിച്ചത്. 78 മുതൽ വണ്ടി വർദ്ധിച്ച കാര്യം അന്നേരം വന്ന വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോയിന്റ് ആയിട്ട് എന്ന് പറഞ്ഞ ആള് പെർമിറ്റ് കൊടുത്ത്. അത് ഇവിടെയല്ല, പാലാരടുത്താണ് RT ഓഫീസ്. ഒറ്റ RT ഓഫീസുള്ളൂ. ഇത്രയും കണ്ടീഷൻ ആരെങ്കിലും പറയോ?